എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭി പരോപകാര പുണ്യായ പാപായ പരപീഡനം. കോടിക്കണക്കിന് പുണ്യഗ്രന്ഥങ്ങളിൽ ഒരു ശ്ലോകത്തിൻ്റെ അർദ്ധഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. അവ പരോപകാരം പുണ്യകരവും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് പീഡനവുമാണ് എന്നതാണ്. ഭാരതീയ സാംസ്കാരികതയും ധാർമ്മികതയും ഊട്ടിയുറപ്പിക്കുന്നതിൽ വേദേതിഹാസ പുരാണ ഉപനിഷദാദി ഗ്രന്ഥങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കണ്ടുകിട്ടിയവ കോടിക്കണക്കിന്, കാണാമറയത്ത് ഇനിയും അനേകം കിടക്കുന്നു. പലവിധ വിഷയങ്ങളാണ് ഇവയിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവയിലെല്ലാം സാമാന്യമായി പ്രതിപാദിക്കുന്ന രണ്ട് വരിയുണ്ട്. ഏതെങ്കിലും ഒരു ശ്ലോകത്തിൻ്റെ ആദ്യത്തെ രണ്ട് വരി ആകാം. പദങ്ങൾ ചിലപ്പോൾ ഭിന്നമാകാം. സുഖം, സന്തോഷം, പരലോകശാന്തി എന്നിങ്ങനെ ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാം. ആവശ്യമില്ലാതെ അന്യനെ ദ്രോഹിച്ചാൽ അതിൻ്റെ പാപഫലം തനിക്ക് മാത്രമല്ല ഭാവി തലമുറയെ കൂടി ബാധിക്കും എന്നോർക്കുക. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുവാമലെ വിവേകികൾ എന്ന് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുവന് നല്ലതും അന്യന് അല്ലലും ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ വേണ്ട എന്ന് ശ്രീനാരായണ ഗുരുദേവൻ. ഏതൊരു മതഗ്രന്ഥം എടുത്ത് നോക്കിയാലും ശ്ലോകത്തിൻ്റെ അവസാനത്തെ രണ്ടുപേര് കാണാൻ കഴിയും. ഭാഷ മാറാം, ഘടന മാറാം, പക്ഷേ അർത്ഥഭേദമില്ല. അതുപോലെ ആകണം മനുഷ്യരും. ഭാഷയും വേഷവും ഭിന്നമാകട്ടെ, പ്രാർത്ഥന ഒന്ന് മാത്രം: പരോപകാര പുണ്യായ പാപായ പരപീഡനം. നന്ദി, നമസ്കാരം.